അതായത് ആഗോളവൽക്കരണം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നല്ലോ, എന്നുവെച്ചാൽ ഗ്ലോബലൈസേഷൻ. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് നമ്മുടെ വിദേശ ഇനം ഭക്ഷണങ്ങളും അതിനൊപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ നാടൻ കടകൾ ഇതുപോലെ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു രംഗമുണ്ട്. ഇതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാമെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ ഈ ശരവണ ഹോട്ടൽ. അത് കാണണം. അവരിവിടെ ഈ പഴംപൊരി കൊത്തറോൾ എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടാക്കി അതിപ്പോൾ പ്രസിദ്ധമായി. നിരവധി പേർ ഇങ്ങോട്ടേക്ക് വരുന്നു. അതിൻ്റെ നിർമ്മാണമാണ് നമ്മൾ പോയി കാണുന്നത്. സുന്ദരൻപിള്ള 32 വർഷം മുമ്പ് തുടങ്ങിയ ശരവണ ഹോട്ടൽ അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ മക്കൾ സുജിത്തും സുചിത്രയും ഏറ്റെടുത്തു. ഭാര്യ ഓമന മക്കളെ പിന്തുണച്ചു. ഓട്ടോമൊബൈൽ ബിരുദമുള്ള സുജിത്തിന്റെ പാചക എഞ്ചിനീയറിംഗിൽ പുതുതലമുറയെ ആകർഷിക്കാൻ പഴംപൊരിയും ബീഫും കൊത്തിനുറുക്കി പൊറോട്ടയിൽ ചുറ്റി വാഴയിലയിൽ പൊതിഞ്ഞു. ആദ്യം സുഹൃത്തുക്കൾക്ക് രുചിക്കാൻ നൽകി. സംഗതി ക്ലിക്കായതോടെ പഴംപൊരി കൊത്തറോൾ ഹിറ്റായി. ഇവിടുന്ന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, ഈ നാടൻ നമ്മുടെ വിറകടുപ്പിലൊക്കെ ഭക്ഷണം പാചകം ചെയ്യുന്ന കുട്ടിക്കാലത്ത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ നമ്മൾ വന്ന് കഴിക്കാൻ വേറെ എവിടെ ചെന്നാലും അതിനുള്ള സൗകര്യങ്ങളില്ല, ഇവിടെയൊക്കെ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതെങ്ങനെയാണ് നമ്മൾ ഈ പുതിയ തലമുറയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് പറയാൻ പോകുന്നത്? പണ്ട് വിറകടുപ്പിൽ നിന്ന് കഴിച്ചതൊക്കെ മറന്നു പോയായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ അടുത്ത് കണ്ടപ്പോൾ ഞങ്ങൾ വന്നതാണ്. ഇപ്പം പഴയ അമ്മച്ചിമാർ വയ്ക്കുന്ന രുചിയൊക്കെ തിരിച്ച് കിട്ടിയതിലുള്ളൊരു സന്തോഷം. അങ്ങനെ ആ ടേസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പഴംപൊരി കൊത്തറോളൊക്കെ കൊത്തറോള് കേട്ടിട്ടാണ് വന്നത്. പക്ഷെ അത് കഴിക്കാൻ ആഗ്രഹിച്ച് വന്നത് നല്ല രുചിയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയും റെക്കമെൻഡ് ചെയ്യുന്നു മറ്റുള്ളവരിലേക്ക്. പഴയ രുചിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും വരാവുന്നതാണ് ഇവിടെ. മറ്റ് ജങ്ക് ഫുഡ്സിന് ഇതൊരു കോമ്പറ്റീഷനാണ്. തീർച്ചയായിട്ടും. എൻ്റെ മോന് ബർഗർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് മേടിച്ച് കൊടുത്തിട്ട് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പൊറോട്ടയൊക്കെ കണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടിയപ്പോൾ അവന് ഓക്കെ ആയി. ഇപ്പം ബർഗറും പിസയിലോട്ടൊക്കെ പോകാതെ ഇതുപോലുള്ള പഴയ രുചികളിലോട്ടൊക്കെ വരുവാണെങ്കിൽ അത് വരുന്ന തലമുറയ്ക്കൊരു അനുഭവമായിരിക്കും. കാരണം ഇതൊന്നും കഴിക്കാത്തവർ കാണാത്തവരൊക്കെ ബർഗർ പിസയ്ക്ക് പോകുന്നതിന് പകരം പഴയ രുചി ഇങ്ങനത്തെ രുചികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഇതുപോലുള്ള കടകളൊക്കെ തന്നെ വേണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്നത്. ഇനി എല്ലാവരും വരട്ടെ. പഴംപൊരി കൊത്തറോള്, അപ്പോൾ അതിപ്പോൾ രുചിച്ചിട്ടിരിക്കുന്നവരാണ് നമ്മുടെ ഈ സുഹൃത്തുക്കൾ. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഞങ്ങൾ ഇതറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇവിടം വരെ 20 കിലോമീറ്റർ ഓടി വന്നതാണ് വണ്ടിക്കകത്ത്. ഇത് കഴിക്കാനായിട്ട് മാത്രം വന്നവരാണ്. അപ്പോൾ സൂപ്പറാണ്. ഇനിയുള്ളവരിതൊന്ന് കഴിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വായിൽ കപ്പലോടിയോ? ഉറപ്പായിട്ടും കപ്പലോടിക്കൊണ്ടിരിക്കും. വളരെ നല്ലതാണ്. ഞങ്ങൾ ഇത് അറിഞ്ഞു കേട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ കൊള്ളാം, സാധനം കൊള്ളാം. ഓട്ടോമൊബൈൽ കരവിരുതുള്ള സുജിത്ത് തന്റെ ഗിയർ ഒന്നും മാറ്റി പഴംപൊരി കൊത്തറോളിലേക്ക് ആക്സിലേറ്റർ കൊടുത്തു. ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. പുതിയ വിഭവം ന്യൂ ജനറേഷൻ ഉൾപ്പെടെ ഏറ്റെടുത്തു. ഇപ്പോൾ ശരവണയിൽ നല്ല ട്രാഫിക് ജാം. ഹോട്ടൽ ശരവണ ഇപ്പോൾ പ്രസിദ്ധമാണ്. അപ്രസിദ്ധമാകാൻ കാരണം നമ്മുടെ ഈ നാടൻ ഷെഫ് സുജിത്ത്. അപ്പോൾ സുജിത്ത് ഈ പുതിയ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പഴംപൊരി കൊത്തറോൾ അത് കണ്ടുപിടിച്ചതോടുകൂടി ഇത് ഒന്നുകൂടി അങ്ങ് പ്രശസ്തമായി. ഈ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു നാടൻ ഭക്ഷണമൊക്കെ കൊടുത്ത് നാട്ടുകാരെയൊക്കെ ഇങ്ങോട്ട് വരുത്തുന്നതിൻ്റെ പിന്നിലുള്ള ഒരു എന്താണ് മാജിക്ക്? ഒന്നുമില്ല. അച്ഛനായിട്ട് കുറച്ച് തന്നെയൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു, കൊത്തുപൊറോട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളായിട്ട് ചെയ്തതാണ്. അങ്ങനെ ചെയ്തു. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോരുത്തർക്കും കഴിക്കാൻ കൊടുത്തു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് ഇതായത്. അവർ പോയി പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഇത്ര ഇതായി വന്നത്. രുചിച്ച് നോക്കിയിട്ടില്ലേ? സ്വന്തം ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ടിവിടെ റിലേറ്റീവ് എല്ലാം ബന്ധുക്കളെല്ലാം ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ അവർ പയ്യന്മാരും കുഞ്ഞമ്മ അവരെല്ലാം വരും. എല്ലാവരും വന്ന് കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുമ്പോഴാണ് ഞാൻ പുറത്ത് കണ്ടുപിടുത്തങ്ങൾ പ്രതീക്ഷിക്കാമല്ലേ? പ്രതീക്ഷിക്കാം. ശരവണയിലെ വിറകടുപ്പിൽ പഴംപൊരി കൊത്തറോൾ മാത്രമല്ല, ഊണും മീൻകറിയും പൊരിച്ചതും കപ്പയും തയ്യാറാകും. രുചി അറിയുന്ന ഭക്ഷണപ്രിയർ MC റോഡിൽ നിന്ന് 200 മീറ്റർ ഉള്ളിലേക്ക് പതിവായി ഇപ്പോൾ എത്തുന്നു. പരമ്പരാഗത പാചകരീതി അപ്പനിൽ നിന്ന് കണ്ടുപിടിച്ച സുചിത്ര വിറകടുപ്പിനെയും കൈവിട്ടില്ല. മക്കളിപ്പോൾ കട ഏറ്റെടുത്തിരിക്കുകയല്ലേ. അപ്പം നിങ്ങൾ ഈ പഴയ പുതിയ പാചക രീതികളുണ്ട്, അതെല്ലാം വിട്ടു. നിങ്ങൾ പഴയ പാചകം ഇതിൽ തന്നെ നിങ്ങൾ ആ വിറകടുപ്പിൽ തുടരുന്നു. മാത്രമല്ല പണ്ടത്തെ നാടൻ ഭക്ഷണങ്ങൾ നിങ്ങൾ സമൂഹത്തിന് ഇതും ടേസ്റ്റ് ആണ് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് സുചിത്ര അങ്ങനെ ഇതിലേക്ക് എത്തിയത്? നിങ്ങൾ
പണ്ട് മുതലേ അച്ഛൻ ചെയ്യുന്നതും അച്ഛനും അമ്മയും ചെയ്യുന്ന കണ്ടാണ് നമ്മൾ വളരുന്നത്. അന്നേ അച്ഛൻ നല്ലൊരു പാചകക്കാരനായിരുന്നു. അപ്പോൾ പണ്ട് മുതലേ നമ്മൾ ഈ വിറകടുപ്പിലൊക്കെ കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് കണ്ട് ഇപ്പോഴും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചവർ ഇപ്പോഴും അച്ഛനെ ഈ കട നമ്മുടെ ശരവണ ഹോട്ടലിൽ തിരക്കി വരുന്നുണ്ട്. അപ്പോൾ അത്രയും ടേസ്റ്റോടെ നമ്മൾ അത്രയും നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ നമ്മളെ തേടി വരുന്നത്. അതുകൊണ്ട് നാടൻ ഭക്ഷണം നിങ്ങൾ ഈ ഊണ് അതിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ ഊണ്, കപ്പ, പിന്നെ ബീഫ്, മീൻ ഫ്രൈ, മീൻ കറി, അങ്ങനെ അത് ഐറ്റംസ് അങ്ങനെയുള്ള, പിന്നെ തോരൻ, ചിലപ്പോൾ അവിയൽ, പച്ചടി, സലാഡ്, അങ്ങനെ ഓരോന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ ഓരോ ദിവസം ഇലയിൽ കൊടുക്കും. അതാണ് അതിൻ്റെ സ്വാദ്. അതെ, ഇലയിൽ കഴിക്കുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടവും. ഇലയിൽ കഴിക്കണം. നമ്മളായാലും സദ്യക്ക് പോകുമ്പോൾ ഇലയിൽ കഴിക്കാനല്ലേ ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പം അങ്ങനെ കഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലയിൽ ചൂസ് ചെയ്തു. മക്കളുടെ കണ്ടുപിടുത്തങ്ങൾക്ക് അമ്മ സുന്ദരമായി പിന്തുണയ്ക്കുന്നു. ഭർത്താവ് ഏൽപ്പിച്ചു പോയ ആ സംഭവങ്ങൾ അല്ലേ, നാടൻ രുചിഭേദം അമ്മ ഇപ്പോൾ വീണ്ടും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ പുതിയ തലമുറ മക്കൾ ഏറ്റെടുത്തു. അവരെന്തൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരുന്നു ഭക്ഷണത്തിനകത്ത്. ഷെഫുമാരാണ്. എന്തു പറയുന്നു അമ്മ? സന്തോഷം. അവർ തന്നെ ചെയ്ത് ഇങ്ങനെ ആയിക്കോട്ടെ. ഞങ്ങളത് എന്താ വേണമെന്ന് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു. അതിനുവേണ്ടി ഇപ്പോൾ ഇച്ചിരി കച്ചവടമൊക്കെ ആയി വരുന്നു. അങ്ങനെ അവർ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടുപിടിച്ച് രണ്ടുപേരൂടെ തന്നെ കണ്ടുപിടിക്കുന്നു. ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. എന്നുകൊണ്ട് അതേ പറ്റൂ. അപ്പോൾ അമ്മയുടെ കൈപ്പുണ്യം ഉണ്ടല്ലോ. ബാക്കിയുള്ള നാടൻ നമ്മുടെ ഊണും മറ്റുള്ളതെല്ലാം ഉണ്ടല്ലോ. അന്ന് ഞാൻ അവരെ എന്നെ കൊണ്ട് ഒക്കുന്ന രീതി സഹായിച്ച് എന്നെ കൊണ്ട് ഒക്കുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക. അവർ രണ്ടുപേരൂടെ എല്ലാം ചെയ്തോളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗ്യാസിൽ കുക്ക് ചെയ്യുമ്പോഴാണോ രുചി അതോ വിറകിലാണ്? വിറവിലാണ്. ഞങ്ങൾ അന്ന് വരെ വിറവാണ്. പിന്നെ അത്യാവശ്യത്തിന് മാത്രം ഗ്യാസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യത്തിന്. പിന്നെ ദോശക്കല്ല് ചായ അത് വേറെ. രുചിയിൽ വ്യത്യാസം അടുപ്പിലാണ്. എല്ലാവരും വന്ന് ചോദിക്കുക, തീ കണ്ടുകൊണ്ട് ചോദിക്കും, ഇത് നിങ്ങൾ അടുപ്പിലാണെന്നോ ഉണ്ടാക്കുന്നത്? നല്ല രുചിയാണ്, കൊള്ളാം, താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചെല്ലെല്ലാം വന്ന് താങ്ക് യു പറഞ്ഞിട്ട്. സുന്ദരൻപിള്ളയുടെ കാലത്ത് കൊത്തുപൊറോട്ട ഗ്രാമീണരെ പരിചയപ്പെടുത്തിയിരുന്നു. അതിനൊപ്പം മക്കൾ പുതിയ വിഭവങ്ങൾ പരിചയപ്പെടുത്തി. പഴംപൊരിയിലെയും ബീഫിലെയും രഹസ്യ റെസിപ്പി പനവേലി ശരവണ ആർക്കും കൈമാറില്ല. അപ്പോൾ നമ്മൾ ഈ നാടൻ ഭക്ഷണത്തിൻ്റെയൊക്കെ എല്ലാം കണ്ടു. അപ്പോൾ ഇത് രുചിക്കണമെങ്കിൽ നിങ്ങൾ വരേണ്ട വഴി കൂടി ഞാൻ പറഞ്ഞു തരണം. അതായത് കൊട്ടാരക്കരയ്ക്കും വാളകത്തിനും ഇടയിലാണ് പനവേലി എന്ന് പറയുന്ന ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നമുക്ക് ആരോടും ചോദിച്ചാലും പറഞ്ഞു തരും ഹോട്ടൽ ശരവണ. ഇച്ചിരി ഉള്ളിലേക്കാണ്. ധൈര്യപൂർവ്വം ഉള്ളിലേക്ക് ഈ ഹോട്ടൽ വെച്ച റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 200-250 മീറ്റർ ഉള്ളിലേക്ക് വെച്ചത് തന്നെ ആസ്വാദം കൊണ്ട് ജനങ്ങൾ ഇവിടെ ഓടിയെത്തും. അത് കഴിക്കും എന്നുള്ള ധൈര്യം കൊണ്ട് മാത്രമാണ്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.